എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ശ്രുതി. ശ്രുതി എന്നെ കാണാൻ വരുന്നത് ഓൾറെഡി എൻ്റെ ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറഞ്ഞൊരു പേഷ്യൻസ് റെഫർ ചെയ്തിട്ടാണ് എന്നെ ശ്രുതി കാണാൻ വരുന്നത്. കുറച്ച് ദൂരെ നിന്നാണ് കേട്ടോ ആൾ വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും ആദ്യം നോക്കിയത് ശ്രുതിയുടെ ബയോകെമിക്കൽ വാല്യൂസ് ആയിരുന്നു. ലൈക്ക് ഹീമോഗ്ലോബിൻ വളരെ കുറവായിരുന്നു, കാൽഷ്യം അയണും ഒക്കെ കുറവാണ്, സിവിയറായിട്ട് ഹെയർ ഫോൾസ് ഉണ്ട്. മൊത്തത്തിൽ ലുക്ക് ലൈക്ക് ഭയങ്കര ടയേർഡായ ഒരു ഫീലായിരുന്നു ശ്രുതിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രുതിയുടെ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ശ്രുതി അത്രയും ഓക്കെ അല്ല, മീൻസ് ആൾക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് ഉണ്ട്, ആളൊട്ടും ഹാപ്പി അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞോളൂ ശ്രുതി എന്താണ്. അപ്പോൾ വെയിറ്റ് ലോസ് തന്നെയാണ് വേണ്ടത്. ആൾ അത്യാവശ്യം ഇത്തിരി ഒബീസ് റേഞ്ചിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞോളൂ എന്താണ് പ്രശ്നം. അപ്പോൾ ശ്രുതി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് എനിക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ പട്ടിണി കിടക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് വേണമെങ്കിൽ ഞാൻ കഴിക്കാം, വേറെ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്ക് വെയിറ്റ് കുറഞ്ഞാൽ മാത്രം മതി. ഞാൻ ഒരുപാട് സെൽഫായിട്ട് ട്രൈ ചെയ്തതാണ്. മോസ്റ്റ് ഓഫും ആൾ പട്ടിണി കിടന്നിട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ബയോകെമിക്കൽ വാല്യൂസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പട്ടിണിയൊന്നിനും ഒരു പരിഹാരമല്ല ശ്രുതി, അത് വീണ്ടും തിരിച്ചു വരും. ഓക്കെ എന്താണ് ശ്രുതിയുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പറയും. എന്നിട്ട് ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് ആദ്യം ചോദിച്ചു എന്ത് പറ്റി ശ്രുതി, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റാത്തതാണോ ശ്രുതിയുടെ വിഷമം. കാര്യം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, 5 വർഷവും 10 വർഷം മുന്നേയുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇപ്പോഴും മടക്കി അലമാരയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എന്തിനാ വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ഇടാനായിട്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് പക്ഷേ ഒട്ടും ഞാൻ അങ്ങനെ ഒരു കാര്യമാണ് ശ്രുതിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ശ്രുതി എന്നിട്ട് ആൻസർ പറഞ്ഞ അങ്ങനെയല്ല, എനിക്ക് ബോഡി ഷേമിങ് താങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ അടുത്ത് ആള് പറഞ്ഞത്. സോ ഈ ബോഡി ഷേമിങ് താങ്ങാൻ പറ്റുന്നില്ല, ഇതിൻ്റെ ഒരു റീസൺ കൊണ്ടിട്ടാണ് ആൾക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഓക്കെ ആരാണ് ബോഡി ഷേമിങ് ചെയ്തത്, പബ്ലിക്കിൽ ആരെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ആണോ? അല്ല, പാർട്ട്ണറാണ് ബോഡി ഷേമിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഒരു പുതിയ കാര്യമല്ല. ഇത് എൻ്റെ അടുത്ത് ബോഡി ഷേമിങ്ങിനായിട്ട് വരുന്ന ആദ്യത്തെ ശ്രുതിയല്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രുതി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശ്രുതിക്കത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നുമല്ല, വീട്ടിൽ ശ്രുതി ഡയറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഫുഡ്സൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. ജങ്ക് ഫുഡ്സ് ഒന്നും ഒരുപാട് കഴിക്കാതെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് നോക്കി ഒരുവിധം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഉറപ്പായിട്ടും ലൈറ്റ് ഫുഡൊക്കെ ഒരുപാട് മാറ്റി വെച്ചിട്ട് തന്നെയാണ് ശ്രുതി എന്ത് ചെയ്യുന്നത്, ഡയറ്റ് തുടങ്ങുന്നത്. ശ്രുതിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ വീട്ടിൽ മേടിക്കാറുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ കഴിക്കണമെന്ന്. പക്ഷെ അത് മാനേജ് ചെയ്ത് നിർത്തും. ഇല്ല എൻ്റെ ഡയറ്റിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ എടുക്കില്ല, അതൊരു ദൃഢനിശ്ചയം എടുത്ത് ശ്രുതി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മുടെ ഇഷ്യൂ പാർട്ട്ണറാണ്. പാർട്ട്ണർ ഓൾമോസ്റ്റ് ഡേയ്സ് നൈറ്റ് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ കഴിക്കാറുണ്ട്, നോൺ വെജ് ഐറ്റംസും ആൾക്ക് ഇഷ്ടമുള്ള ജങ്ക് ഫുഡ്സ് എല്ലാം. പക്ഷെ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ആള് ശ്രുതിയുടെ മുന്നിലിരുന്ന് ഈ ഫുഡ് കഴിക്കുകയും ശ്രുതിക്ക് ഈ ഫുഡ് നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആള് പറയുന്നത് നിനക്ക് ഡയറ്റാണ്, നീ കഴിക്കണ്ട എന്ന് പറയും. എന്നിട്ട് ആള് മുമ്പിലിരുന്ന് കഴിക്കുവാണ്, കുഞ്ഞുങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ശ്രുതിക്ക് അപ്പോൾ ഉണ്ടാവുന്നത് അവിടെ ഒരു ഒറ്റപ്പെടലാണ്. ഇപ്പോൾ ഞാൻ ഡയറ്റാണ്, ഞാൻ ഇന്ന് മാത്രം എൻ്റെ ബോഡിക്ക് സഫർ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ പാർട്ട്ണർ എന്നെ അതിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ ഇങ്ങനൊരു തോട്ട് ശ്രുതിക്ക് വന്നു കഴിഞ്ഞു. മാത്രമല്ല ഹസ്ബൻഡിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് പറഞ്ഞത് ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ബോഡി ഷേമിങ്, നീ ഭയങ്കര വണ്ണമാണ്, അങ്ങനെയാണ്, വേറെ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുക, കമ്പാരിസൺ ഭയങ്കര അല്പം കൂടുതലായിരുന്നു കേട്ടോ. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുക, കളിയാക്കുന്ന വാക്കുകൾ ഒരുപാട് പറയാം. സോ ഇത് ശ്രുതിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ശ്രുതി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളല്ല, പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല. എല്ലാം ഒന്നിങ്ങനെ കാമായിട്ട് ഓക്കെ ഇത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അങ്ങനെ ഷെയർ ചെയ്യാതെ ശ്രുതി ആരോട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഈവൻ ഫാമിലി മെമ്പേഴ്സിനോടും ഷെയർ ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ ഇത് ഉള്ളിൽ കിടന്ന് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഇതൊരു വലിയ ഫ്രസ്ട്രേഷൻ ലെവലായിട്ട് മാറുകയും ശ്രുതി ഓവറായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഒരു പട്ടിണി കിടക്കാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കില്ല, രാത്രി മാത്രം ഫുഡ് കഴിക്കുക, ഒരുപാട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക, വാട്ടർ ഡയറ്റ് എടുക്കുക, ജ്യൂസ് ഡയറ്റ് എടുക്കുക. ഇതേപോലെ നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരുപാട് ഡയറ്റുകൾ ശ്രുതി പരീക്ഷിച്ചു. അങ്ങനെയാണ് ശ്രുതി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഈ ഒരു അവസ്ഥയിലോട്ട്, ബയോകെമിക്കൽ വാല്യൂസ് ഒക്കെ കുറഞ്ഞ ആൾ ടയേർഡായിട്ട്
വളരെ മോശമായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥയിലോട്ട് ശ്രുതി എത്തിയത്. ഓക്കെ, സോ ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് ഡയറ്റ് എടുക്കാൻ വരുന്നവരുണ്ട് കേട്ടോ. അത് മെയിൽസും ഫീമെയിൽസും വരുന്നവരുണ്ട്. സോ അവർ മാരീഡ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും, നിങ്ങൾ പാർട്ട്നേഴ്സ് ചേർന്ന് ഇപ്പോൾ ഡയറ്റീഷ്യൻ എന്ന രീതിയിൽ ഞാനും കൂടി ചേർന്ന് നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് ഡയറ്റ് ചെയ്യാമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പാർട്ട്ണർ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്ക് മറ്റേ ആൾക്ക് അറിഞ്ഞിരിക്കണം, ഓക്കെ, എന്തുകൊണ്ടാണ് ആൾക്ക് ഈ ഒരു ക്രേവിങ്സ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ആൾക്ക് PCOD ഉള്ളവരായിരിക്കാം, തൈറോയിഡ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മൂഡ് സ്വിങ്സ് ഉള്ളവരായിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാം കംപ്ലീറ്റ് ആയവരല്ല, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാണും, ചിലർക്ക് മെൻ്റൽ ഇഷ്യൂസ് കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ എൻ്റെ അടുത്ത് ഈവൻ വേറൊരു ആൾ വന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. മൂഡ് സ്വിങ്സ് പറയുമ്പോൾ നിനക്ക് പ്രാന്താണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട് ആൾക്ക്, അതാണ് ആളുടെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ. അതായിരുന്നു സൈക്കോളജിക്കൽ ഇഷ്യൂ. എപ്പോഴും ആൾക്ക് ഫുഡ് കഴിച്ച് സ്ട്രെസ് കൂടുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ആൾ സാറ്റിസ്ഫൈഡ് ആവും. സോ ഷീ ഈസ് സഫറിങ് ഫ്രം എ ഇമോഷണൽ ഈറ്റിംഗ്. ഓക്കെ, ഇമോഷണൽ ഈറ്റിംഗ് ആണ് ആളുടെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ആളുടെ പാർട്ട്ണർ എന്നെ പറയുന്നത് നിനക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കഴിക്കുന്നതാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെയാണ് നമ്മൾ ഓൾമോസ്റ്റ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡയറ്റ് ഭാഗമായിട്ട് നമ്മൾ എത്ര നല്ല രീതിയിൽ എനിക്ക് ഓക്കെ ഞാൻ നല്ല രീതിയിൽ ഡയറ്റ് എടുക്കണം എല്ലാം ഓക്കെ ആണെങ്കിലും നമ്മുടെ ഒരു ചുറ്റുപാടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാനോ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാനോ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇത് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഫാമിലിയിൽ, റിലേറ്റീവ്സ്, വർക്ക് ചെയ്യുന്ന പ്ലേസിൽ, ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ട് അവരുടെ വിഷമങ്ങളാണ് അതൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നത്, നിങ്ങൾ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ശ്രുതിമാരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ മടിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. നിങ്ങൾ ഒന്നുകിൽ പാർട്ട്ണറിനോട് ഓപ്പണായിട്ട് സംസാരിക്കുക, ഇത് എന്താണ് ഇഷ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, എനിക്കൊരു പ്രൊഫഷണലായിട്ട് ഒരാളുടെ ഹെൽപ്പ് വേണം, അതിപ്പോൾ ഡയറ്റീഷ്യൻ ആവാം, സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പും കൂടെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എടുക്കാം. ഇമോഷണൽ ഈറ്റിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ഇതിൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കരുത്. അതൊരിക്കലും അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മളെ തേടാതിരുന്നാൽ മാത്രം പിന്നീട് നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് പോകും. പിന്നെ നമ്മൾ ഇപ്പം ചിലവാക്കുന്ന കോസ്റ്റ് പോലും നമുക്ക് അതിൻ്റെ 10 ഇരട്ടി കോസ്റ്റ് നമ്മൾ പിന്നീട് ചിലവാക്കിയിട്ട് വരും. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു പേഷ്യൻ്റെ അനുഭവം ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തതാണ്. സോ ഇനി ഒരുപാട് ശ്രുതിമാരിങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾ മെൻ്റലി നല്ല സ്ട്രോങ് ആവുക. നിങ്ങളുടെ ഡയറ്റ് എടുക്കുന്നത് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും അത് കിഡ്സ് ആയാലും ശരി തന്നെയാണ്, വളർന്ന മക്കളായാലും ശരി തന്നെയാണ്, പാർട്ട്ണറായാലും ശരി, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി ആയിട്ട് എടുക്കുക. എല്ലാവരും വെയിറ്റ് കുറയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓയിലി, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ കോക്കനട്ട് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പറയണില്ല എനിക്ക് കോക്കനട്ട് ചട്നി എനിക്ക് കഴിച്ചേ പറ്റൂ, എനിക്ക് നിർബന്ധമാണ്, അങ്ങനെ പറയരുത്. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ചട്നി എടുത്താലും അത് ഓക്കെ ആണല്ലോ. ഈ പറയുന്ന അവർക്കും അത് ഹെൽത്ത് തന്നെ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഒരുപാട് കോക്കനട്ട് ഉപയോഗിക്കുന്നത് ആർക്കും തന്നെ നല്ലതല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു സപ്പോർട്ടും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക്, പിന്നെ ഈ ഒരു ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ ഫീമെയിൽ പേഷ്യൻസ് ഡയറ്റ് എടുക്കുമ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫുഡ് ഉണ്ടാക്കണം, ഹസ്ബൻഡിന് ഒരു ഫുഡ് ഉണ്ടാക്കണം, കിഡ്സിന് വേറൊരു ഫുഡ് ഉണ്ടാക്കണം. സോ അതും നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ ഒന്നിച്ച് നിന്ന് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്പായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ് ആയാലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും കൂടുക മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊരു ഡയറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫാമിലി മൊത്തത്തിലൊരു കൂട്ടായ്മയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് കാണുന്ന മറ്റാൾക്കാർക്കും അതിൽ നിന്നൊരു ഇത് കിട്ടും. ഓക്കെ, അവർക്കും ഒരു പ്രചോദനം കിട്ടും, ഒരു മോട്ടിവേഷൻ കിട്ടും, ഒന്ന് മുന്നോട്ടൊന്ന് നല്ല രീതിയിൽ ഓക്കെ ആവാനായിട്ട്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.